ബഗുസരയിലാണ് നമ്മളുള്ളത്. ബറ എന്ന ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഒരു കുളത്തിലിറങ്ങുകയും മീൻ പിടിക്കുന്ന ആളുകളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങൾ അത് സംസ്ഥാനത്ത് ബീഹാറിൽ വലിയ രാഷ്ട്രീയ വിവാദമൊക്കെയായി മാറിയിട്ടുണ്ട്. ആ ഇടത്തേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ബുറയിലെ ഈ കുളമാണ് ഈ കാണുന്നത്. അവിടെ കുട്ടികൾ കുളിക്കുന്നതൊക്കെ കാണാം. അത്യാവശ്യം വെള്ളം ഇപ്പോൾ ഈ കുളത്തിലുണ്ട്. അപ്പോൾ ഈ നാട്ടിലെ ഗ്രാമവാസികൾ ഇപ്പോൾ നമ്മളോട് സംസാരിക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. അവരോടൊക്കെ ഒന്ന് ചോദിക്കുക എന്താണ് യഥാർത്ഥത്തിൽ ഇവിടുത്തെ സാഹചര്യം, എന്തൊക്കെയാണ് അവരുടെ ബുദ്ധിമുട്ടുകൾ എന്നതൊക്കെ. तो इधर क्या मच्छी का खेती होता है क्या? हाँ, इसमें सब डालते हैं तालाब में मच्छी और हाँ वो सब अपना मारते हैं खाते हैं। हाँ कोई बोतली कुछ दिक्कत है इधर? नहीं कोई दिक्कत नहीं है। हाँ दिक्कत नहीं, सब लोग खाते हैं, कोई ऐसी टेंशन नहीं। इधर कौन करता है ये मच्छी की खेती? गाँव वाला करता है क्या? गांव का है, इसका टेंडर होता है। अच्छा, इसका टेंडर होता है, सरकारी रेट लगता है। 1 साल का होता है, 2 साल का होता है। जैसे वहाँ सरकारी रेट होता है वैसे उसमें टेंडर डाल के दिया जाता है। अभी मच्छी है क्या इसमें? बहुत मच्छी है। बहुत है। अभी मच्छी का वो टाइम है क्या? पकड़ने का टाइम है क्या? नहीं, अभी पकड़ने का टाइम नहीं है, अभी छोड़ने का टाइम है। छोड़ने अभी मच्छी छोड़ने का समय है। अभी छोड़ दिया है क्या? हाँ छोड़ दिया गया सब छोड़ जी। 2-3 महीना में गिराएगा। 2-3 महीना के बाद निकलेगा वो। 2-3 महीने के बाद निकलेगा हाँ जी। ഇവർ പറയുന്നത് ഇത് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുളമാണ്. ഈ സാധാരണ ഇതിൽ മത്സ്യകൃഷി നടത്താൻ വേണ്ടിയുള്ള ടെൻഡർ കൊടുക്കുകയാണ്. അങ്ങനെ ഒരാൾ ടെൻഡർ പിടിച്ചിട്ടുണ്ട്. അയാളിപ്പോൾ മീനിനെ ഇട്ട സമയമാണ്, യഥാർത്ഥത്തിൽ ഇപ്പോൾ മീനിനെ പിടിക്കുന്ന സമയമല്ല. അത് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് പിടിച്ചു തുടങ്ങുക എന്നതാണ്. അത് ആ ടെൻഡർ കിട്ടിയ വ്യക്തിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിൽ മീൻ പിടിക്കാൻ വേണ്ടി ഗ്രാമവാസികളെ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നലെ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇറങ്ങിയ സമയം അത് മീൻ പിടിക്കുന്ന സമയമല്ല. എന്നാൽ പോലും മത്സ്യത്തൊഴിലാളികൾ, ഈ മീൻ പിടിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുകൾ അറിയാൻ വേണ്ടി അവരുമായി സംസാരിക്കാനാണ് താൻ അങ്ങനെ ചെയ്തത് എന്നത് രാഹുൽ ഗാന്ധി പറയുകയും ചെയ്തിട്ടുണ്ട്.